ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖം തന്നെ. ഞാൻ ഇന്ന് ഒരു അടിപൊളി വ്ലോഗുമായിട്ടാ വന്ന്. ഞാൻ ഇതിന് മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോനും അപ്പൊ അതിടാന് എങ്ങനെയാണെന്ന് വെച്ചാൽ വോയിസ് എല്ലാം കേട്ടി അൽക്കുലത്തി ആക്കിയിട്ട് വീഡിയോ ഇടണ്ടേ. അപ്പൊ കുറെ സമയം എടുത്തതിനല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടിക്കില്ലേനു. അപ്പൊ ഞാൻ വിചാരിച്ച് കുറെ ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ 2-3 സ്ഥലം പുറത്ത് പോകുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമ്മളിപ്പോൾ പെറ്റ്മാളിലെത്തി. നമ്മളിങ്ങനെ നടക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കണ്ട കുറേ നായിനെയും പൂച്ചേനും ഇല്ല കണ്ട. നമുക്ക് പക്ഷിയെല്ലാം ഉണ്ടോ എന്ന് ഓരോട് ചോദിക്കണം. ഇപ്പം അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് നായിനെല്ലാം കാണാൻ പറ്റും. നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം എന്തെല്ലാം ഉള്ളതെന്നെല്ലാം. ഞാൻ ഉമ്മ ഒരു പൂച്ചേനെല്ലാം പിടിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് പൂച്ചേനെല്ലാം ഒന്ന് എടുക്കാം. നല്ല രസമില്ല ഇതിനെ കാണാൻ. ഇതിനൊരു മടിയുണ്ടേനു ക്യാമറയിലോട്ടൊന്ന് നോക്കുന്നേ ഇല്ലേനു. പിന്നെ ഒന്ന് മുട്ടേ ചക്കര എന്നെല്ലാം വിളിച്ചാരോ അതൊന്ന് തിരിഞ്ഞു നോക്കി, അല്ലാണ്ട് നോക്കുന്നേ ഇല്ല. നമുക്ക് ഇതിന് ഉള്ളിലോട്ടെല്ലാം പോയിട്ടൊന്ന് നോക്കാം. പൂച്ചയുടെ താഴെ വെക്കാടേ തോന്നില്ല, ഞാൻ കൈ പിടിച്ചിട്ട് തന്നെയാണുള്ളത്. ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം. നമ്മളിന്ന് കയറുമ്പോൾ തന്നെ കണ്ടത് ഒരു നായിനെ. പക്ഷെ നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഇങ്ങനെ ഫുള്ള് രോമലായിട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു തടിച്ചിട്ടുള്ള നമ്മളെ സ്നോബലിനെ പോലത്തെ ഒരു മടിയ പൂച്ചനെ കാണിച്ചത്. നമ്മൾക്ക് ഭയങ്കര വലുതായതിനും പുറത്തൊന്നും ഇറക്കിക്കില്ല. നമ്മൾ കയറുമ്പേ കണ്ട പൂച്ച. ഇതിനത്ര മറ്റേനെ പോലെ മടിയൊന്നുമില്ല. ഇത് ആടെയും പിടി എന്ന് പറഞ്ഞ് നടക്കുന്നതിന് അന്നേരം നമ്മളടുത്ത് വന്നത്. നമ്മളെ കാലിങ്ങനെ ചുറ്റി കളിക്കുന്നതിന് ഇപ്പം നമ്മളങ്ങെടുത്ത് കയ്യിലെടുത്ത്. പിന്നെ അത് പോയിട്ടേ ഇല്ല, നമ്മളെ കൈ തന്നെ നിൽക്കുകയാണ്. കളിയും ചിരിയും എല്ലാം ഉണ്ടേനു. നല്ല രസമായി അതിൻ്റെ അപ്പുറം കളിക്കാൻ. നമ്മൾ പെറ്റ്മാളിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലുലുവിലോട്ടാ പോകുന്നത്. നമുക്കിനി ലുലുന്ന് നമുക്ക് ഫുള്ള് കാണാം. ഓക്കെ, നമ്മൾ ലുലുവിലെത്തി. ഇനി നമ്മൾ നേരെ ഹൈപ്പറിലേക്ക് പോകുന്ന. നിങ്ങളെല്ലാവരും തെറ്റി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഹൈപ്പറിലേക്ക് പോവാം. അങ്ങോട്ട് പോയി നമുക്ക് നേരെ ഹൈപ്പറിലോട്ട് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ ഹൈപ്പറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നമുക്ക് ഹൈപ്പറിൻ്റെ ഉള്ളിലോട്ട് കയറാം. നമ്മളിപ്പോൾ ഉള്ളിൽ കയറി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നെല്ലാം നോക്കാം. കുറേ പാത്രവും ചെമ്പും പിന്നെ പ്ലേറ്റെല്ലാം കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു സാധനമെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും വാങ്ങിക്കില്ല. പക്ഷെ എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ കുറേ പെൻസിലും അതും ഇതും എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം പോയി നോക്കി. പിന്നെ കുറേ ബലൂണ് പിന്നെ നമ്മളെ ക്രിസ്മസിന് പൊട്ടിക്കുന്ന സാധനമില്ലേ, പിന്നെ തൊപ്പി, അങ്ങനെ കുറേ സാധനം വന്നിട്ട്. പിന്നെ നമ്മളെ ഡ്രോയിങ്ങിൻ്റെതും ഇങ്ങനെ നമ്മളെ കേക്കിൻ്റെ വില വെച്ചിട്ട് പൂ പോലെ ഇങ്ങനെ കത്തുന്ന സാധനമില്ല, അതും എല്ലാം വന്നിട്ട്. നമുക്ക് നമ്മളെ ക്രിസ്മസിൻ്റെ കണ്ണടി അതും ഇതും ഉള്ള ഇടത്തേക്ക് നമുക്കിങ്ങനെ കയറിച്ചില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ കണ്ട ഇങ്ങനെ കുറേ ഇതിൻ്റെ പേരുന്നതിനും മാനിനെയും പിന്നെ അങ്ങനത്തെ നമ്മൾ മരത്തിനെല്ലാം തൂക്കിയിട്ടില്ലേ ഇങ്ങനത്തെ ബോൾസും പിന്നെ കണ്ണട എല്ലാം ഉണ്ടേനു. കണ്ണട ഞാൻ വാങ്ങിക്കി. പിന്നെ ഹെവന് ഞാൻ നേരത്തെ ഒരു ദിവസം പോയാൽ അതെല്ലാം വാങ്ങിക്കാനും. പിന്നെ കുറേ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടേനും. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തൂക്കിയിടുന്ന അങ്ങനെ ഓരോ സാധനങ്ങളും അല്ലേ. എന്നിട്ട് പിന്നെ കുറച്ച് നമ്മളെ പിഗ്ഗെല്ലാം ഇല്ല, അതിൻ്റെ കുറേ എന്താ പറയുന്നത് ക്ലേ ആണെന്ന് തോന്നുന്നത്. ക്ലേ എല്ലാം ഉണ്ടേനു. അല്ല ഞാൻ നോക്കി, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ നമ്മളെ കുഞ്ഞു കുട്ടികൾ ബാഗെല്ലാം ഇടൂല്ലേ സ്കൂളിൽ പോകുമ്പോൾ, നഴ്സറിയിലെല്ലാം പോകുമ്പോൾ അങ്ങനത്തെ കുറേ ബാഗ് തന്നെ. എനിക്ക് ലുലു വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ സമയം പോകുന്ന നമ്മൾ അറിയേ ഇല്ല. പിന്നെ കുറേ ഫ്രൂട്ടും സാധനം എല്ലാം വന്നിട്ട് ഞാൻ ആപ്പിൾ ഓറഞ്ചെല്ലാം വായിക്കും, വേറെ വായിക്കില്ല.
നമ്മൾ ഫ്രൂട്ടെല്ലാം വാങ്ങിച്ച സൈഡിൽ തന്നെ ഉണ്ട്. എനിക്ക് കുറച്ച് ഇത് ജ്യൂസെല്ലാം ആയിട്ടുള്ള ഞാനായിരുന്നു ജ്യൂസെല്ലാം വാങ്ങി. പിന്നെ കുറേ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും എല്ലാം ഉണ്ടേനും നമ്മൾ ഈത്തപ്പായി വാങ്ങിക്കട്ട. ഈത്തപ്പായി വാങ്ങി. പിന്നെ അവിടെ വേറെ ഒന്നും വാങ്ങിക്കില്ല. ജ്യൂസും അത് വാങ്ങി. പിന്നെ ഉമ്മക്ക് കേക്കിൻ്റെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അത് വാങ്ങി. പിന്നെ ഞാൻ മുഗു വാങ്ങി. അതെല്ലാം ഇട്ട് ഇപ്പം നമ്മൾ താഴെല്ലാം പാക്ക് ചെയ്ത് താഴെ എത്തി നമ്മളിനി ഇറങ്ങാൻ പോകുന്നു. ലുലുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി ഇനി ഒരു വണ്ടിയെല്ലാം പിടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. ലുലുന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരു ബേക്കിംഗ് ഷോപ്പിലോട്ട് പോയി. അന്നേരം ഉമ്മാക്ക് കേക്കിന്റെ സാധനം വാങ്ങി. അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് വീട്ടിലെത്തിയിട്ട് എല്ലാം കാണിച്ചു തരാൻ വിചാരിച്ച് ഉമ്മ ഒരു ബോർഡ് വാങ്ങി. ഇതാണ് പിന്നെ കറക്കുന്ന സാധനം അത് വാങ്ങി. പിന്നെ ഇതൊന്നും അതിന്റെ വരുന്നതിന് അതന്നെ നമ്മളെ കേക്കെല്ലാം മുണ്ടാക്കുന്ന സാധനം. പിന്നെ ഒരു ഷുഗർ ബോൾസ് വാങ്ങി. ഇതേതാ കളർ? കറുപ്പ് കളറുള്ള. പിന്നെ ഇങ്ങനത്തെ കുറേ വാങ്ങിക്കും. അല്ല മുഞ്ചുണ്ട്. ഇങ്ങനത്തെ എല്ലാം കുറേ ഇതും ആടുന്നു. കുഞ്ഞി കപ്പ് കേക്കിന്റെ കവർ. ഇതെല്ലാം അങ്ങനത്തെ മുട്ട തന്നെയാണ്. പിന്നെ കൊറേ കളറ് കളറിക്കണ്ട കൊറേ കളറെല്ലാം വാങ്ങി. പല കളറിലെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഇത് ഒന്ന് ലുലുന്ന് വാങ്ങിയ ഒന്ന് ആടുന്ന് വാങ്ങിയത്. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം. ഇത് മരം ക്രിസ്മസ് സിറ്റി കേക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് മരം മുക്കാനുള്ള സാധനം ഇങ്ങനെ വാങ്ങാൻ കഴിയില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇത് മതി നമ്മളെ ഫോണ്ടന്റിന്റെ സാധനം. അങ്ങനെ കുറേ. പിന്നെ ഒരു ആന ഫ്ലവറിന് ഉണ്ടാക്കുന്ന സാധനമില്ലേ അത് നമ്മൾ വാങ്ങി. പിന്നെ നമ്മൾ വേറെ സാധനം വെക്കണം. ഇതാണ് നമ്മൾ വേറെ തന്നെ സാധനം. ഇത് നമ്മൾ ഫോണ്ടന്റിനെ കൊണ്ട് നമ്മളെ കേക്കിന്റെ മേലെല്ലാം കുത്തി കൊടുത്ത് തരാൻ പറ്റും. കേക്കിന്റെ മേലെ കുത്തി കൊടുക്കാം. പിന്നെ ഇത് കുറെ പട്ടൈ ഗ്രാമ്പൂ അങ്ങനെ എന്തോ വാങ്ങി. ഇതെന്തേലും അത്തിപ്പഴം എനിക്ക് ഇഷ്ടമല്ല. ഞാനിക്ക് ഇഷ്ടം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കുറേ ചോക്ലേറ്റ് ഉണ്ട്. ഇതൊന്നും തിന്നാനല്ല കേട്ടോ, നമ്മളെ കേൾക്കുന്നതിനോ. പിന്നെ ഒരു ഇങ്ങനത്തെ സാധനം പിന്നെ കുറെ ഇതാ മറ്റേ പൈപ്പിംഗ് ഇതാക്കി. പിന്നെ പാട്ടെല്ലാം ഉണ്ട് മക്കളെ. പാട്ടുണ്ട് കൊറേ പാട്ടുണ്ട്. ബോക്സ് ഓഫറിൽ നമുക്ക് കൊറേ കിട്ടി. നിങ്ങളെല്ലാവരും പോയിട്ട് വാങ്ങിക്കൂട്ടാ. പിന്നെ ഇങ്ങനത്തെ എന്തായാലും ഇത്ര നമ്മൾ വാങ്ങിക്കും. ഇത്രയല്ലേ കുറച്ചൊക്കെ ഉള്ളൂ. ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതാണ്ട നമ്മൾ കണ്ണടെല്ലാം വാങ്ങിച്ചിരിക്കാനോ. പിന്നെ ഹെയർ ബാൻഡ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ക്രിസ്മസിന് എടുക്കാന്ന് വിചാരിച്ചു. എന്നാലും പിന്നെ ഇത് ഞാൻ വാങ്ങിയല്ല കേട്ടോ, ഇത് ഞാൻ വാങ്ങിയതാ. ഇത് ഞാൻ അന്ന് വാങ്ങിയത്. എന്നാലും കണ്ടോട്ടെ വിചാരിച്ചു. ഞാൻ എന്ത് സൂപ്പർ അല്ലേ. നിങ്ങൾ ലുലു പോയിട്ട് എല്ലാം വാങ്ങിക്കും. ഇല്ല ഞാൻ വീഡിയോ എടുത്തു. നിങ്ങളെല്ലാം വാങ്ങിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മൾ പെറ്റ്മാളിൽ പോയാലും അവിടെ തത്തയും ഒന്നുമില്ല.
പൂച്ചയും നായ്ക്കുട്ടിയെല്ലാം ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നല്ല വ്ലോഗ് അല്ലേ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പറ്റുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തി ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇല്ലാതെ നിൽക്കൂല. ഇതാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ചു നേരം വീഡിയോയിലൊന്നും ഇങ്ങനെ കണ്ടിട്ട് ഫുള്ള് കണ്ടോ. നിങ്ങൾ കണ്ട ഫുൾ സൂപ്പർ വീഡിയോ അല്ലേ എന്റെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.